നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സരടി പതനം, സരടി ശാന്തി എന്നിങ്ങനെ രണ്ട് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഗൗളി ശാസ്ത്രത്തിന്റെ എല്ലാ തത്വങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള 4 വീഡിയോകൾ നാം ചെയ്തു കഴിഞ്ഞു. മുമ്പും ചെറിയ അത്തരം അറിവുകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ആധികാരികമായിട്ടുള്ള പ്രവചനമാണ്. ഗൗളിശാസ്ത്രം എന്നത് വിപുലമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ഇതുവരെ ആരും പറയാത്ത അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 4 വീഡിയോകൾ ചെയ്തു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഉൾപ്പെടാത്ത ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പല്ലി നമ്മളുടെ ശരീരത്തിലോ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലോ ഒക്കെ വീഴുമ്പോൾ ഉള്ള ഫലങ്ങളാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത്. ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനങ്ങളിലേക്ക് കടക്കാം. പല്ലി ശരീരത്തിൽ വീണാൽ എന്ത് സംഭവിക്കും? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒരു പല്ലി നിങ്ങളുടെ ശരീരത്തിൽ വീണാൽ അത് സാധാരണ സംഭവമാണോ, അതോ അത് ഭാവിയെ സൂചിപ്പിക്കുന്ന ഒരു ഗൂഢ സന്ദേശമാണോ? ഒരു ശബ്ദം മാത്രം ഉണ്ടാക്കിയാലും അതിന് അർത്ഥങ്ങളുണ്ടോ? ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് പല്ലി ചിലയ്ക്കുന്നതിനെയും വ്യാഖ്യാനിക്കാറുണ്ട്. പുരാതന ഗ്രന്ഥത്തിൽ സരടി ശാന്തി, സരടി പതനം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഗർഗൻ, വരാഹമിഹിരൻ, നാരദൻ തുടങ്ങിയുള്ള മഹാമുനിമാർ അവരുടെ ആശയങ്ങളിലൂടെ രൂപപ്പെടുത്തിയെടുത്തതാണ് സരടി ശാസ്ത്രം, അതായത് പല്ലി ശാസ്ത്രം, അതായത് ഗൗളി ശാസ്ത്രം. ജീവിതത്തിന്റെ ഭാവി കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ശാസ്ത്രമാണിത്. നമുക്ക് പല്ലി ശാസ്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. പല്ലി ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വീഴുന്നു, അത് അവിടെ നിന്ന് എങ്ങോട്ടാണ് ചലിക്കുന്നത്, ഇവയെ അടിസ്ഥാനമാക്കി വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഫലങ്ങൾ വ്യത്യസ്തവുമാണ്. ഈ ഗ്രന്ഥത്തിൽ പല്ലിയെയും ഓന്തിനെയും ഒന്നിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പല്ലി ശരീരത്തിൽ പതിക്കുന്നത് അതിന് പതനം എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഓന്ത് ശരീരത്തിൽ കയറുക അല്ലെങ്കിൽ പല്ലി ശരീരത്തിൽ കയറുന്നതിന് ആരോഹണം എന്ന് പറയും. പതനം, ആരോഹണം ഇന്ന് 2 കാര്യങ്ങളാണ്. ഇവ രണ്ടും ശകുനശാസ്ത്ര പ്രകാരം ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഫലങ്ങളായിട്ട് ശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് നിധനം, അതായത് മരണസദൃശ്യമായിട്ടുള്ള കഷ്ടതകൾ. 2 ധനനാശം. എന്നീ കാര്യങ്ങൾക്കൊക്കെ കാരണമാകാം. എന്നാൽ വിപരീതമായി സംഭവിച്ചാൽ അത് ശുഭഫലത്തെ നൽകുകയും ചെയ്യും. വീഴുന്നതിലൂടെ മനുഷ്യർക്ക് ശക്തമായ ഫലം ലഭിക്കുന്നു. കയറലിലൂടെ ലഘുവായിട്ടുള്ള ഫലമാണ് ലഭിക്കുക. ദിശയും ചലനവും പ്രത്യേകതയുള്ളത് തന്നെയാണ്. മുഖം മുകളിലാക്കി കയറുന്നതിന് ആരോഹണം എന്ന് പറയും. മുഖം താഴോട്ട് വെച്ച് വീഴുന്നതിന് പതനം എന്നും പറയും. വേഗത്തിൽ സംഭവിച്ചാൽ ഫലം നിശ്ചയമാണ് എന്നാണ്. നമുക്കിനി പുരുഷന്മാർക്കുള്ള ഫലങ്ങളെ പ്രത്യേകമായിട്ടൊന്ന് പറയാം. ഓരോ ശരീരഭാഗത്തും പതിച്ചാലുള്ള ഫലത്തെയാണ് പറയുന്നത്. ശിരസിലാണെങ്കിൽ സുഖം, ബ്രഹ്മസ്ഥാനത്താണെങ്കിൽ മരണം, നെറ്റിയിലാണെങ്കിൽ ഐശ്വര്യം, പുരികങ്ങളിലാണെങ്കിൽ ധനനഷ്ടം, പുരികങ്ങൾക്കിടയിലാണെങ്കിൽ ധനലാഭം, വലത് കണ്ണിലാണ് പതിക്കുന്നതെങ്കിൽ ശുഭമാണ്, ഇടത് കണ്ണിൽ ബന്ധനമുണ്ടാകാം, മുഖത്താണെങ്കിൽ മധുരഭോജനമാണ് ഫലം, മൂക്കിലാണെങ്കിൽ സൗഭാഗ്യം, വലത്ത് ചെവിയിലാണെങ്കിൽ ലാഭം, ഇടത് ചെവിയിലാണെങ്കിൽ ദുഃഖം, ചുണ്ടിലാണെങ്കിൽ ധനവും കലഹവും ഇടകലർത്തി പറയുന്നുണ്ട്. കഴുത്തിലാണെങ്കിൽ സുഹൃത്തുക്കളുമായുള്ള സമാഗമം, വലത്തു തോളിൽ വിജയമാണ്, ഇടത്തു തോളിൽ പരാജയമാണ്, വയറിൽ ധനപ്രാപ്തിയാണ്, ഹൃദയത്തിൽ സുഖവർദ്ധനവാണ് ഫലം, പാദങ്ങളിലാകട്ടെ യാത്രയും ബന്ധനവും ഉണ്ടാകാം. ഇനി സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള പ്രത്യേക ഫലങ്ങളെ നോക്കാം. തലയിൽ ഐശ്വര്യം ഉണ്ടാകും, ബ്രഹ്മസ്ഥാനത്താണെങ്കിൽ മരണം വരെ സംഭവിക്കാം, നെറ്റിയിലാണെങ്കിൽ ധനനാശം, വലത് കവിളിലാണ് വീഴുന്നതെങ്കിൽ വൈധവ്യം ഉണ്ടാകാം, ഇടത് കവിളിൽ വീണാൽ പ്രിയപ്പെട്ടവരെ കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാകാം, വലത് ചെവിയിൽ ദീർഘായുസ് ഉണ്ടാകാം, ഇടതു ചെവിയിൽ സ്വർണ്ണ ലാഭമുണ്ടാകാം, സ്തനങ്ങളിലാണെങ്കിൽ ദുഃഖമുണ്ടാകാം, വയറിലാണെങ്കിൽ സൽപുത്ര ലാഭമുണ്ടാകാം, നാഭിയിലാണെങ്കിൽ കീർത്തിയും ബുദ്ധിയും ഉണ്ടാകാം. ഇനി ഓരോ പ്രത്യേക സാഹചര്യത്തിലും പതിച്ചാലും ആരോഹണം ചെയ്താലുമുള്ള ഫലങ്ങളെ നോക്കാം. ഉറക്കത്തിൽ അശുഭ ഫലങ്ങൾ വർദ്ധിക്കും. ഭക്ഷണത്തിലാണെങ്കിൽ ഉപേക്ഷിക്കപ്പെടാനുള്ള യോഗമാണ്. പാത്രത്തിലാണെങ്കിൽ രോഗം, ഭയം എന്നിവ ഉണ്ടാകാം. അടുപ്പിലാണ് വീഴുന്നതെങ്കിൽ വീട്ടമ്മയ്ക്ക് ദോഷമുണ്ടാകാം. ക്ഷേത്രത്തിലാണെങ്കിൽ രാജ്യത്തിന് ദോഷമുണ്ടാകാം. പല്ലികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കാണുകയാണെങ്കിൽ ദുഃഖ നിവാരണവും സുഖവുമാണ് ഫലമായി പറയേണ്ടത്. വസ്ത്രത്തിലാണെങ്കിൽ അപമാനമുണ്ടാകാം. ആയുധത്തിലാണെങ്കിൽ ശത്രുനാശവും ഫലമാണ്. ഇനി ദിശകളുടെ പ്രാധാന്യവും രഹസ്യവും ഒന്ന് പരിശോധിക്കാം. മധ്യത്തിലാണെങ്കിൽ ധനലാഭം ഉണ്ടാകും. കിഴക്കാണെങ്കിൽ വിജയം, തെക്ക് കിഴക്കാണെങ്കിൽ ഭയം, തെക്കാണെങ്കിൽ മിത്രഹാനി, പടിഞ്ഞാറാണെങ്കിൽ ഐശ്വര്യം, തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ലാഭം,
വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ഇഷ്ടഭക്ഷണം ലഭിക്കും. വടക്കാണെങ്കിൽ ധനലാഭം ഉണ്ടാകും. വടക്ക് കിഴക്കും ഉത്തമ ഫലമാണ് പറയുന്നത്. നിലത്ത് അഥവാ താഴെയാണെങ്കിൽ ഭയമുണ്ടാകാം. ജന്മനക്ഷത്രം, തിഥി, ചന്ദ്രസ്ഥാനം, 8ാം രാശി എന്നിവിടങ്ങളിലൊക്കെ ആണെങ്കിൽ ഫലം ഉറപ്പാണ്. 8ാം രാശിയിലെ നക്ഷത്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതിന്റെ പരിഹാരങ്ങളെ ഏകദേശം പറയാം. പരിഹാരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ലളിതമായി മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള പരിഹാരമാണ് ഇന്ന് പറയുന്നത്. അതുകൂടാതെ അടുത്ത വീഡിയോയിൽ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതികഠിനമായിട്ടുള്ള ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ടാകും. അടുത്ത വീഡിയോയും കാണുക. ഒരു വീഡിയോ കൂടി ഇതിന്റെ ബാക്കിയായിട്ടുണ്ടാകും. ഇത്തരത്തിൽ ദോഷമാണ് പല്ലി പതനത്തിലൂടെ അല്ലെങ്കിൽ പല്ലിയുടെ ആരോഹണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ഉടൻ കുളിക്കുക, മൃത്യുഞ്ജയ മന്ത്രത്തെ ജപിക്കുക, ദാനം ചെയ്യുക. വീട്ടിലാണ് അത് സംഭവിക്കുന്നത്, ഫലത്തിൽ വീടിന് ദോഷകരമാകുമെങ്കിൽ 3 മാസം വീട് വിട്ടു മാറി താമസിക്കുക എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പല്ലിശാസ്ത്രത്തിന്റെ സാരത്തെ ഒന്ന് നോക്കാം. അത് പറയുന്നത് ചെറിയ സംഭവങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ സൂചനകളാണ്. പ്രകൃതിയാണ് നമ്മോട് സംസാരിക്കുന്നത്. പല്ലി വീഴുന്നത് ഒരു യാദൃശ്ചിക സംഭവമല്ല, അതൊരു സന്ദേശമാണ്. നിങ്ങൾക്ക് പല്ലി വീണ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിൽ നിന്ന് എന്തെങ്കിലും വിപരീതമോ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇത്തരത്തിലുള്ള ജ്യോതിഷ രഹസ്യങ്ങളും ശകുനശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വിലപ്പെട്ട അറിവുകളും ലഭിക്കാനായി നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.